ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്കിറ്റില്ല, ബട്ട് ഒരു ചെറിയ സ്കിറ്റ് ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സ് ആയിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എഴുതി വെച്ചേക്കുന്ന സാധനം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മടി ഇങ്ങനെ ആസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം സ്കിറ്റിൽ തുടങ്ങുന്നില്ല. എൻ്റെ ഈ മരമാന്ത കണ്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി. നമ്മളുടെ വീട്ടിൽ OnePlusന്റെ ഒരു ബോക്സ് വന്നിരിക്കുകയാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നമ്മുടെ OnePlus 13S എന്ന് പറയുന്ന അവരുടെ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മറ്റേതാണല്ലേ, ചെറുതാണെങ്കിലും മറ്റേ പ്രതിഷ്ഠ വലുതാണ്, ആ പരിപാടിയാണ്. എന്തിനാണെങ്കിലും ഇത് OnePlus ആണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. ഇതൊരു റിവ്യൂ യൂണിറ്റ് ആണ്. ഇതിൻ്റെ യൂസ് കഴിയുമ്പോൾ അവന്മാർക്ക് എന്നെ തിരിച്ചയച്ചു കൊടുക്കണം. ഈ പെട്ടി ഇതുപോലെ അയച്ചു കൊടുക്കണം. ഇതാണ് ബോക്സ്. നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ അൺബോക്സ് ചെയ്യട്ടെ? നമുക്ക് കുറച്ച് പൊക്കി വെക്കാം. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഫ്രെയിമാണ്. എൻ്റെ മരമാന്തയും കാണാം, നിങ്ങൾക്ക് ഇതും കാണാം. കുറച്ചും കൂടെ പൊക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് പെട്ടി. നമ്മളിങ്ങനെ അങ്ങ് തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ ചാടി വരും. മണ്ടയിൽ OnePlusന്റെ ഒരു കാർഡ് നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊരു കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാപ്പി യു ആർ ഡൂയിങ് വെൽ, ഐ ലൈക്ക് ടു വെറിങ് നെവർ സെറ്റിൽ ഇൻ പർസ്യൂട്ട് ഓഫ് കീപ്പിംഗ്. എന്തൊരു അവരൊരു ചെറിയൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കഥാനായകൻ. മനോഹരമായ ഒരു ചുമന്ന പെട്ടി, ടിപ്പിക്കൽ പെട്ടി തന്നെയാണ്. നമുക്കിത് എന്തായാലും പൊളിച്ചെടുക്കാം. ഇവിടെ OnePlus 13S എഴുതിയാണ് കേട്ടോ. മൊത്തം ഒരു ചുമല കളി കേട്ടോ. ദിസ് ഇസ് ദ ഫോൺ. സൂപ്പർ വൂപ്പ് ചാർജറാണ്, PD ചാർജറല്ല. മണ്ടയിൽ Type A to Type C കേബിളാണ്. പിന്നെ അതാണ്ട് ഇവിടെ സിം ഇജക്റ്റിംഗ് ടൂൾ ഉണ്ട്. അതാണ്ട് ഇവിടെ. പിന്നെ ഇത് വയർ, Type A to Type Cയുടെ ഒരു വയർ. കേസിൽ അവിടെ ബുക്കും പേപ്പറും പച്ച കേസ്, പച്ച ഫോണാണ്. അപ്പോൾ നമ്മളെ കയ്യിരിക്കുന്നത് കേട്ടോ. അകത്ത് നെവർ സെറ്റിൽ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു മനോഹരമായ ഒരു സിലിക്കൺ കേസാണ് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത്. OnePlusന്റെ ലോഗോയൊക്കെ ഉണ്ട് കേട്ടോ. പച്ച കളർ കൊള്ളാം, മനോഹരം. നല്ല ഒരു കിടിലൻ ഗ്രീൻ കളർ കേട്ടോ, നല്ല രസമുണ്ട്. സിൽക്ക, ഗ്രീൻ സിൽക്ക് എന്നാണ് ഇതിൻ്റെ പേര്. 12 GB റാമും 512 GB സ്റ്റോറേജും വരുന്ന വെർഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം ഗൈസ്. സോ Good morning, ladies and gentlemen. Welcome to your favorite. Hello, ladies and gentlemen. OnePlus 13S. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ കേസ് ഒന്ന് ഉരുകോട്ടെ. And what a phone, man. What a great, awesome, compact phone. Literally. ഞാൻ പറയും ഇതിൻ്റെ പോരായ്മകൾ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാം. പക്ഷേ എനിക്കിതിനെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഒരു ആസ് എ ഫോൺ, ഈ ലോകത്തുള്ളൊരു മനുഷ്യനെ പോലെ ഒരു ഫോണും പെർഫെക്റ്റ് അല്ല, ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല, ഒരു സംഗതിയും പെർഫെക്റ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ്. അതിൻ്റെ കുറേ ഇൻപെർഫെക്ഷൻ ഈ ഒരു ഫോണിനുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഓൾറെഡി അങ്ങ് പറഞ്ഞുതരാം. IP65 ആണ്, 68 അല്ല. USB 2.0 ആണ്, 3.2 അല്ല. പിന്നെ നമുക്ക് അൾട്രാ വൈഡ് വരുന്നില്ല. 2X OIS ഇല്ല. പിന്നെന്തോന്നു, വയർലെസ് ചാർജിങ് ഇല്ല. നമ്മുടെ അലേർട്ട് സ്ലൈഡറിനെ മാറ്റിക്കളഞ്ഞ് അതേപോലെ തന്നെ ഇരിക്കുന്നത് കാർബൺ സിലിക്കൺ ബാറ്ററി അല്ല, സിംഗിൾ സെൽ ഗ്രാഫൈറ്റ് ബാറ്ററിയാണുള്ളത്. എന്നാൽ പോലും ജസ്റ്റ് ലുക്ക് അറ്റ് ദ സൈസ് ഓഫ് ഇറ്റ്. എങ്ങനെയാണ് അത് മാത്രമല്ല, ആ ഒരു സാധനം, അതായത് ഇവർ ഒരു ബാറ്ററി ടെക്നോളജി വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു വയർലെസ് ടെക്നോളജി അവർ മാറ്റിയത്. ആൻഡ് ഈ ഒരു ഷീറ്റിൽ ഈ ഒരു ബാക്ക് പാനൽ മൊത്തം അത്യാവശ്യം എനിക്ക് ഇതിൽ നിന്ന് ഒട്ടിച്ചിട്ടാണ് അവർ മറ്റേ നമ്മുടെ 4400 മീറ്റർ സ്ക്വയറിൻ്റെ മറ്റേ കൂളിംഗ് ചേമ്പർ ഇവിടെയാണ് ഇരിക്കുന്നത്. മാൻ, കൂളിംഗ് എന്നൊക്കെ പറഞ്ഞ പച്ച കളറാണ്. CPU ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ ഗ്രീൻ, ഒരു ഗ്രീൻ ഫീൽഡ് പോലെ അങ്ങനെ ഗ്രീനാണ്. അത്രയും ഞാൻ പറഞ്ഞ ടെസ്റ്റിൻ്റെ കേസ് മാറ്റി നിർത്തിയാൽ പോലും മാൻ, ദിസ് ഫോൺ, ഇതിൻ്റെ പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റിൻ്റെ ചിപ്സെറ്റ് ക്വാൾകോമിൻ്റെ. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റ് ഇരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വില അറിയാമല്ലേ, 55,000 സ്റ്റാർട്ടിങ്. 12 GB 256. പിന്നെ ഒരു 60,000 ഒരു മോഡലുണ്ട്, 12 GB 512ഉം 256 ഒക്കെ USB 4.0 ആണ്. LPDDR5Xൻ്റെ റാമാണ് ഇരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ്, അതായത് സെക്കൻഡ് ജനറേഷൻ ഓറിയോൺ CPU ആണ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 വെച്ച് നോക്കുമ്പോൾ 45% ബൂസ്റ്റ് പെർഫോമൻസ് ആണ് വരുന്നത്. 4.32 GHz പ്രൈമറി കോർ ക്ലോക്ക് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ GPU നിങ്ങൾക്കെല്ലാവരും അഡ്രീനോയുടെ GPU, ഗെയിമൊക്കെ പുഷ്പം പോലെ നടക്കും.
ഏത് ഗെയിം വേണം നിങ്ങൾക്ക് AAA ടൈറ്റിൽ വന്നാൽ, അതായത് പ്ലേ സ്റ്റോറിൽ ഏതെങ്കിലും AAA ടൈറ്റിൽ വന്നാൽ പോലും നല്ല പുട്ടുപോലെ ഈ സാധനം വർക്ക് ചെയ്യും. അതിപ്പോൾ നമ്മുടെ പ്രിൻസ് ഓഫ് പേർഷ്യ എന്ന് പറഞ്ഞൊരു ഗെയിം ഞാൻ അതിൽ കളിച്ച് നോക്കി, അടിപൊളി. പ്രിൻസ് ഓഫ് പേർഷ്യ കാശ് കൊടുക്കണം കേട്ടോ. ഡെമോ വേണമെങ്കിൽ വെറുതെ ഒരു 2 സ്റ്റേജ് നമുക്ക് കളിക്കാം. അതല്ലാതെ ഫുള്ള് കളിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. എനിക്ക് വേണം 10-500 എത്ര രൂപയാവും. അതേപോലെ ഗ്രിഡ് ലെജൻഡൊക്കെ ഉണ്ടല്ലോ. ഗ്രിഡ് ലെജൻഡ് യൂഷ്വലി ബാക്കിയുള്ള ഫോണിൽ കളിക്കുമ്പോൾ ചെറുതായിട്ട് ചൂടാവും. ഇത് ഒരു രക്ഷയില്ല. അതേപോലെ BGMI മണിക്കൂറുകൾ കളിച്ചാൽ പോലും യാതൊരു ഫ്രെയിം ഡ്രോപ്പോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ത്രോട്ടിലിംഗ് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് ഈ ഫോണിൽ. അതും അത് ഈ കോമ്പാക്റ്റ് ഈ ഒരു ഫോണിൽ ഞാൻ പറയാം, എനിക്ക് നല്ലത് മാത്രം. ഞാൻ പറയാം, ഇതിൻ്റെ പോരായ്മകൾ ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ്. അല്ലാതെ ആസ് എ ഫോൺ, ആസ് എ കോമ്പാക്റ്റ് ഡിവൈസ്, ആസ് എ ഗ്രേറ്റ് ഫോൺ, മാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് ഈസ് കിടു. പിന്നെ Qualcomm Hexagon NPU ആണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ AI പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളൂ. CPU എടുക്കൂല. NPU എന്ന് പറഞ്ഞ സാധനം വന്ന് CPU-ൻ്റെ അടുത്തോടെ AI പരിപാടി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അതങ്ങ് നടന്നോളും. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 5G മോഡാണ് ഇതിനകത്തിരിക്കുന്നത്, X80 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് മാത്രമല്ല, നമുക്ക് ഇതിൽ തന്നെ 5.5G റെഡിയാണ് ഈ ഫോൺ. അതുപോലെ തന്നെ G1 വൈഫൈ ചിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഒരു ചിപ്പ് സെറ്റാണത്. അതിപ്പോൾ നമ്മൾ ഈ വല്ല എലിവേറ്ററിലൊക്കെ കയറുന്ന സമയത്തും അല്ലാതെ ഒത്തിരി നമ്മൾക്ക് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ സ്ഥലത്ത് ഇത് പുഷ്പം പോലെ ഈ സാധനം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ചിപ്സെറ്റാണത്. അത് ഇറ്റ് വിൽ ബൂസ്റ്റ് ദി നെറ്റ്വർക്ക് സ്പീഡ്. പിന്നെ ഞാൻ പറയും, ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിൽ എടുത്ത് പറയാനുണ്ട്. പിന്നെ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ, പിന്നെ ഒരു സാധനം ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്, അൾട്രാസോണിക് അല്ല. ഡിസ്പ്ലേ കിടിലൻ ഡിസ്പ്ലേ, 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വെയിലത്തൊക്കെ വെച്ചിട്ട് ഫോണിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യണമെങ്കിലും നല്ല രീതിയിൽ വിസിബിലിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. 1600 ഹൈ ബ്രൈറ്റ്നസ് മോഡലൊക്കെ വരും. വെരി നൈസ് ഡിസ്പ്ലേ. HDR10 ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, അത് നെറ്റ്ഫ്ലിക്സ് കാണുന്നവർക്കും ആ സപ്പോർട്ട് ഇതിൻ്റെ അകത്തുണ്ട്. വൈൽഡ് 1 L1 സപ്പോർട്ട് വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് LTPO പാനലാണ് വരുന്നത്. സോ ദാറ്റ് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ വാൾപേപ്പർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിങ്ങനെ വന്നിങ്ങനെ കാണാം, അടിപൊളിയായിട്ടത്. ലവ് ദിസ് ഫോൺ മാൻ. ഡിസ്പ്ലേ വൈസ് ഇറ്റ്സ് ഡാം ഗുഡ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു 6.3 ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ എനിക്കിതൊരു പെർഫെക്റ്റ് ഫോൺ എന്ന് പറയുന്ന ഒരു 6.3 ഇഞ്ചസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പെർഫെക്റ്റ് സൈസ് ഒരു ഫോണിന്. അങ്ങനെ ആ ഫോണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ലൈഫ് അടിപൊളി. 5850 mAh സിംഗിൾ സെൽ ഗ്രാഫൈറ്റ് ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. ചാർജർ പെട്ടിയിനകത്തുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അത് ചില റൂം ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അത് ഫാസ്റ്റ് ചാർജിങ് ആവും. അത് എന്ത് കോമഡിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മേ ബി സിംഗിൾ സെൽ ഗ്രാഫൈറ്റ് ബാറ്ററി ആയതുകൊണ്ടാവാം. ഒരു അത്യാവശ്യം റൂം ടെമ്പറേച്ചറിൻ്റെ അതനുസരിച്ചിട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സ്പീഡ് കൂടും. എനിവേസ്, അപ്പോൾ എന്തിനാണെങ്കിലും അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. 3D മാർക്ക് ടെസ്റ്റ് നൈസായിട്ട് നമുക്ക് 69% സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ബാറ്ററി ഞാൻ പറയും 5850 mAh 1 ഡേ ഷുവർ ഷോട്ട്. ഞാൻ പറയും എൻ്റെ യൂസേജിനൊക്കെ ഒരു ദിവസം കറക്റ്റ് അടിപൊളി. അതായത് രാത്രിയാവുന്ന സമയത്ത് നമുക്കൊരു 30% കാണും. അത്ര അടിപൊളി സാധനം. ഞാൻ പറയും വയർലെസ് ചാർജിങ് ഇല്ല, പക്ഷേ ഫാസ്റ്റ് ഫ്ലാഷ് ചാർജിങ്ങും അതും ഇതൊക്കെ ഉണ്ട്. കിട്ടില്ല ഫോണടെ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ടാണ് OnePlus ഈ പ്രാവശ്യം ഫോൺ ഇറങ്ങിയത്. പിന്നെ അലേർട്ട് സ്ലൈഡർ മാറിയിട്ട് പ്ലസ് കീ എന്ന് പറയുന്ന ഒരു ബട്ടനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഇത് കൊടുക്കാം. അതായത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഈ പ്ലസ് കീക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അലേർട്ട് സ്ലൈഡർ ചെയ്തുകൊണ്ടിരുന്നത് പോലെ നമുക്ക് ഇത് ചെയ്യാം. ക്യാമറ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. നമുക്ക് ഫ്ലാഷ് ലൈറ്റിന് കൊടുക്കാം, നമുക്ക് റെക്കോർഡിങ് കൊടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സാധനത്തിന് ഇത് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒന്നും ഇല്ലാതെ വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഇതൊരു AI പരിപാടിയാണ്. എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞ സാധനമില്ലേ, നത്തിങ്ങിന് അതുപോലത്തെ ഒരു സാധനമാണ്. നമ്മളിപ്പം ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാച്ചിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ഇതാണ്ട് ഇവിടെ നമ്മൾ എവിടെ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് എടുത്തത്, അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരും. അതേപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം വാട്സാപ്പിൽ ഇങ്ങനെ പറയുകയാണ്, എടാ നാളെ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം എന്ന് പറഞ്ഞ സാധനം സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു മീറ്റപ്പിൻ്റെ ഒരു പരിപാടിയാണെന്ന് പറഞ്ഞ് അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മുടെ കലണ്ടറിലോട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ ഇപ്പോൾ നാളെ നമുക്കൊരു ഫ്ലൈറ്റ്, അതിൻ്റെ ടിക്കറ്റിൻ്റെ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഡീറ്റെയിലും അതും എഗെയിൻ റിമൈൻഡർ പോലെ നമുക്ക് ഇതിൽ പോകും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ പ്ലസ് കീ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക്
അഗെയിൻ റിങ്ങും മറ്റേ സൈലൻ്റ് ആക്കാനും ഇതിനും വേണ്ടിയിട്ട് ഈ പ്ലസ് കീ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു സാധനം അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി മൈൻഡ് സ്പേസിനെ വേണമെങ്കിൽ നമുക്കൊരു സ്വൈപ്പ് ജസ്റ്ററായിട്ടും കൊടുക്കാം. വേണമെങ്കിൽ ഈ പ്ലസ് കീനെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സൈലൻ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഈ മൈൻഡ് സ്പേസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതും അടിപൊളിയാണ്. ഡേ ടു ഡേ യൂസേജിനൊന്നും ഒരു കുഴപ്പമില്ല. ഗംഭീര ഡിസ്പ്ലേ, പെർഫോമൻസ്, ഞാൻ പറയും യാതൊരു രീതിയിൽ ഷട്ടേഴ്സോ ഒന്നും ഞാൻ എൻകൗണ്ടർ. ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഹൗ യു ഷുഡ് ബ്രിങ് എ കോമ്പാക്ട് ഫോൺ ഇൻ മൈ ഒപ്പീനിയൻ. AI പരിപാടികൾ, AI വോയിസ് സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ് സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ സാധനങ്ങൾ റെക്കോർഡും ചെയ്യും, അതിൻ്റെ ഒരു സമ്മറി തരും, അതിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് തരും. അതായത് ലൈവായിട്ട് നമ്മളൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ കോൾ ചെയ്യുന്നിടത്ത് AI കോൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നുണ്ട്. അത് നെക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കോൺവെർസേഷൻസ് അത് എഗെയിൻ ഇപ്പം വേറൊരു ലാംഗ്വേജിലുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ പരിപാടി, ആ ലൈവ് ട്രാൻസ്ലേഷൻ അല്ലാതെ ഉണ്ട് എന്ന് പറയണ്ട. AI പരിപാടി അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് AI കുറച്ചും കൂടെ ഫാസ്റ്ററാണ് നമുക്ക് ഇത് പ്രോസസ്സിങ് ടൈം അതൊക്കെ. ഇതാണ് മറ്റേ ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടി. ജസ്റ്റ് ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കോൺവെർസേഷൻ ചെയ്യാം. പിന്നെ AI റീഫ്രെയിമിംഗ് വരുന്നുണ്ട്. നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്, പക്ഷേ നമ്മളത് ചരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ ഏറ്റവും ബെസ്റ്റ് സാധനം എന്തിനാണെന്നുള്ള രീതിയിൽ നമുക്ക് AI റീഫ്രെയിം ചെയ്ത് നമുക്ക് തരും. ആൾക്കാരെ ഇറേസ് ചെയ്യുന്ന സാധനമുണ്ട്, മറ്റേ ഒരുപാട് AI എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ജെമിനി, ഇതാണ് AI ജെമിനി. ആൻഡ് ഇത് അടിപൊളി സാധനമാണ്. നമുക്ക് ലൈവായിട്ട് ജെമിനിയുമായിട്ട് സംസാരിക്കാം. നമുക്ക് നമ്മളുടെ സ്ക്രീൻ കാസ്റ്റ് യുവർ സ്ക്രീൻ, അതായത് നിങ്ങൾക്ക് ജെമിനിയുടെ അടുത്ത് എന്തെങ്കിലും ജെമിനിയെക്കുറിച്ച് കൂടുതൽ മലയാളോ അണ്ണാ സുഖമാണോ? എനിക്ക് സുഖമാണ്. നിങ്ങളുടെ സ്ക്രീനിൽ എന്തെങ്കിലും കാണിച്ചു തരാനുണ്ടെങ്കിൽ തീർച്ചയായും പറയാവുന്നതാണ്. അതാണ് പുള്ളി പറഞ്ഞ പോലെ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വെബ് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുള്ളി ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫോണിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ചോദിക്കും ഇതെന്താണ്, ഇതെങ്ങനെയാണ്, ഇതിനെപ്പറ്റി അങ്ങനെ കോൺവെർസേഷൻ. നേരത്തെ നിങ്ങൾ കണ്ടുപോലെ മലയാളമൊക്കെ അടിപൊളിയായിട്ട് സാധനം സംസാരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്കൊരു ഒരു സാധനം നിങ്ങളൊരു കാണും, ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, അതിനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയൂ, ഈ റെസ്റ്റോറൻറ്റ് റിവ്യൂവിനെ പറ്റി പറയൂ എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യും. അപ്പോൾ ജെമിനിയുടെ AI പരിപാടി ഇതിൻ്റെ അകത്തുണ്ട്. ജെമിനി AI സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ദിസ് ഇസ് ടോപ്പ് നോച്ച്. ഇത് ജെമിനിനെ ഒന്നും തൊടാൻ ശരിയാണ് പറഞ്ഞത്, കറക്റ്റ് എനിക്കറിയാം. ശരി, ഓക്കെ എന്നാൽ ഇനി പൊയ്ക്കോളി. അതേപോലെ ഫോട്ടോ എടുക്കുന്നവർക്ക് വാട്ടർ മാർക്കിൻ്റെ ഇഷ്ടം പോലെ ആടിപ്പൊളി വാട്ടർ മാർക്സ് അവൈലബിൾ ആണ്. ഒരുപാട്, മറ്റേ 1 2 ഒന്നുമല്ല, ഇത്രയുണ്ട്. വീഡിയോയിലും വേണമെങ്കിൽ വാട്ടർ മാർക്ക് ഇടുക, ആ ലെവൽ സാധനമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് O+ കണക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം മാക്കോ അല്ലെങ്കിൽ വിൻഡോസൊക്കെ ആണെങ്കിൽ O+ കണക്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് തട്ടാനൊക്കെ വളരെ സിമ്പിളാണ്. ഈവൻ മാക് യൂസേഴ്സിനും ജസ്റ്റ് അത് മാത്രം എടുത്തിട്ട് അതിനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസിയാണ് ടു കോപ്പി തിങ്സ് ഫ്രം ദിസ് ഫോൺ ടു എ മാക്. അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ നിറച്ച. പിന്നെ NFC ഉണ്ട്, eSIM സപ്പോർട്ട്, അതായത് ഡ്യുവൽ സിമ്മ്, അതിലൊരു സിമ്മും മറ്റേതിനെ നമുക്ക് ഈ സിമ്മുമായിട്ട് കൺവേർട്ട് ചെയ്യാം. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു എവ്രിതിങ് ഇൻ ദിസ് ഫോം ഫാക്ടർ. പിന്നെ ക്യാമറ, 2 ക്യാമറയാണ്, 50 മെഗാ പിക്സൽ വൈഡും 50 മെഗാ പിക്സൽ 2X. ആ 2X OIS ഇല്ല, മറ്റേതിൽ OIS ഉണ്ട്, അൾട്രാ വൈഡ് ഇല്ല. സോ അൾട്രാ വൈഡ് വെച്ച് ഫോട്ടോ എടുക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഐ ഫീൽ ദിസ് ഫോൺ ഹാസ് എ റിയലി ഗുഡ് ക്യാമറ സിസ്റ്റം, എസ്പെഷ്യലി പോർട്രേറ്റ്സ് എടുക്കാൻ. ഞാൻ കുറച്ച് പോർട്രേറ്റ് ഷോട്ട്സ് കണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാം. മാൻ, ദീസ് പിക്ചേഴ്സ് ലുക്ക് സോ ഗുഡ്. ഞാൻ പറയും, എനിക്ക് ബാക്കിയുള്ളവരെ കേസ് അറിഞ്ഞുകൂടാ. ഞാൻ സ്കിൻ ടോണുകൾ ഭയങ്കരമായി നോക്കാറില്ല. ഞാൻ അങ്ങനത്തെ ഒരുത്തനല്ല. അതായത് എനിക്ക് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ കൊള്ളാം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് മാത്രം ഞാൻ സാറ്റിസ്ഫൈ ആയിട്ട് നോക്കാറുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഹൈലൈറ്റ് മറ്റത് മറിച്ചത് അതൊന്നും ഞാൻ നോക്കാറില്ല. ഒരു എടുക്കുന്ന ഫോട്ടോ അത്യാവശ്യം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു വാല്യൂ തരുന്നുണ്ട്, അത്യാവശ്യം നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സാധനം തരുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2Xന് പകരം ഒരു 3X കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ കൊടുത്ത 2Xൽ ഒരു OIS കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പോർട്രേറ്റ് മോഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് പരിപാടി ഒന്നുമില്ല. ഒറ്റ 2Xൽ മാത്രമേ നിങ്ങൾക്ക് പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ തന്നെ ഈ ഒരു 3 ഫിൽറ്ററ്, ഫിലിം NH, ഫിലിം NC, ഫിലിം CC, അതായത് ഫ്രഷ്, എമറാൾഡ്, ക്ലിയർ. ഇതിൽ ഈ എമറാൾഡ് എന്ന് പറയുന്ന ഈ സാധനം വെച്ചെടുക്കുന്ന പോർട്രേറ്റ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് എൻ്റെയും നൊമാഡിയൻ്റെയൊക്കെ കിടിലം.
എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ കിടിലം കുറേ പ്രോപ്പർ പോർട്രേറ്റ് ഷോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് എടുക്കാൻ പറ്റും. OIS ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫി 2x വെച്ചിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ആ പ്രൈമറി ക്യാമറ വെച്ചിട്ട് നൈറ്റ് ഫോട്ടോഗ്രാഫിയും അടിപൊളിയായിട്ട് തന്നെ എടുക്കാൻ പറ്റും. വീഡിയോ എടുക്കാനായിട്ട് ബാക്ക് ക്യാമറയിൽ 4K 60 FPS സപ്പോർട്ടും ഫ്രണ്ടിൽ 4K 30 FPS സപ്പോർട്ടുമാണ് വരുന്നത്. ഇതിൻ്റെ ചൈനീസ് വെർഷനിൽ 4K 60 30 ഒന്നുമില്ല, 1080p മാത്രമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം 4K 30 FPS വരും. ബിക്കോസ് 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയിൽ നമുക്ക് അൾട്രാ വൈഡായിട്ടും നമുക്ക് അത്യാവശ്യം വൈഡായിട്ടും ക്ലോസ് ആയിട്ടൊക്കെ നമുക്ക് സെൽഫി ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 32 മെഗാ പിക്സലിൻ്റെ സെൻസർ ആയതുകൊണ്ട് കുറച്ചും കൂടെ ക്രോപ്പ് ഇൻ ആൻഡ് ക്രോപ്പ് ഔട്ടൊക്കെ പറ്റും. ആൻഡ് ഈ വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നൈസ് തന്നെയാണ്, നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS ഇതുണ്ട് ഗായ്സ്. ഇതിങ്ങനെ അങ്ങോട്ട് ജില്ലയായിട്ട് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് വ്ളോഗൊക്കെ എടുക്കാം. 4K 30 FPS ഉള്ളൂ, 60 FPS ഇല്ല. ബട്ട് ഇറ്റ്സ് ആക്ച്വലി നൈസ്. ചൈനീസ് OnePlus 13Tയിൽ ഇതേ ഇല്ല, 1080p ഉള്ളൂ. അപ്പം നമുക്ക് 4K കിട്ടുന്നുണ്ട്. വെൽ ഡൺ. ആൻഡ് ഈ കാണുന്നതാണ് ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി ഓൺ OnePlus 13s. 4K 60 FPS സപ്പോർട്ട് വരുന്നുണ്ട്. സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ലെൻസ് നടക്കും. ഐ തിങ്ക് ഇറ്റ് ഇസ് EIS. OIS ഈ പറയുന്ന മെയിൻ സെൻസറിലുണ്ട്. 2x OIS ഇല്ല, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് ഇല്ല. വിച്ച് മീൻസ് നൈറ്റ് ഫോട്ടോഗ്രാഫി സമയത്ത് വളരെ ഷേക്കി ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും, ക്ലാരിറ്റിയും കുറവായിരിക്കും. വെൻ യു ആർ ടേക്കിംഗ് വിത്ത് 2x. പക്ഷേ 1x വെച്ച് എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഡോൾബി വിഷൻ HDR അവിടെ നിൽക്കുന്ന സമയത്ത് ഡോൾബി വിഷൻ്റെ വീഡിയോയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഡോൾബി വിഷൻ HDRൽ എടുത്തു കഴിഞ്ഞാൽ TV പോലത്തെ സാധനങ്ങളിൽ മാത്രമേ ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ ഇഫ് യു ആർ വോണ്ട് ടു ടേക്ക് എ യൂട്യൂബ് വീഡിയോ ഓർ എനിത്തിങ്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. പിന്നെ 4K 30 FPS. ഈ 4K 60 എടുക്കുന്നത് മെയിനായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ഷോട്ടിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രെയിം റേറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഉള്ള സമയത്താണ് 4K 60 പുഷ് ചെയ്യുന്നത്. ആൻഡ് ചിലവർ പറയും സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നു. ബട്ട് ഫോർ മീ ഐ ഫീൽ ഇഫ് യു ആർ ടേക്കിംഗ് സം കൈൻഡ് ഓഫ് ഇതുപോലത്തെ ഇരുന്നിട്ടുള്ള ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് 4K 30 FPS ഇസ് മോർ ദാൻ ഇനഫ്. ആൻഡ് നമുക്കിപ്പോൾ ബാക്ക് ലൈറ്റ് ഇതുപോലെ ഇങ്ങനത്തെ ഒരു സിനാരിയോ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഫേസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി ഗുഡ്. സോ വീഡിയോ എടുക്കാൻ ദിസ് ഡിവൈസ് ഇസ് പ്രിറ്റി നൈസ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി ഗ്യാതറിങ്, മറ്റ് ബർത്ത്ഡേ പാർട്ടി, ഫ്രണ്ട്സുമായിട്ടുള്ള അടിച്ചുപൊളി കല്യാണം തുടങ്ങിയ സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കുറച്ച് നല്ല വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഫോൺ ഗിവ്സ് യു റിയലി ഗുഡ് ക്വാളിറ്റി ഇൻ മൈ ഒപ്പീനിയൻ. ആൻഡ് എന്താണ് നിങ്ങൾ പറയുന്നത്, കൊള്ളാമോ? പിന്നെ ഐ തിങ്ക് വീഡിയോ എടുക്കുന്നത് EIS മാറുമായിരിക്കും സ്റ്റെബിലൈസേഷൻ. ബട്ട് ദിസ് എ വെരി നൈസ് ക്വാളിറ്റി ഇൻ മൈ ഒപ്പീനിയൻ. നല്ല ജമ ഉണ്ട്. സോ അതൊക്കെയാണ് ക്യാമറയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്യാമറ. പിന്നെ കളർ സ്പെക്ട്രം ഇത് വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്, വിച്ച് ഇസ് ദെയർ ഇൻ ഷൗമീസ് ഫോൺ ആസ് വെൽ. എനിക്ക് ക്യാമറ വൈസ് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഫോൺസ് ക്യാമറ, ടു ബി ഓണസ്റ്റ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ പറയില്ല, ഇപ്പോൾ AI മറ്റേ ISP എന്ന് പറയുന്നൊരു സാധനം ഇതിൽ മറ്റേ കോൾകോമിൻ്റെ ISP അല്ലാതെ തന്നെ ഒരു AI ISP പരിപാടി പിടിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ക്ലാരിറ്റി ആയിരിക്കും. അതേപോലെ നമുക്ക് ഇതുപോലെ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം അടിപൊളി പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഇതിൽ പേഴ്സണലി നടക്കുന്നുണ്ട്. സോ ലൈക്ക് ഐ സെഡ്, ചിപ്സെറ്റ് പൊളിയാണ്, വിത്ത് പൊളി കൂളിംഗ് സിസ്റ്റം, പൊളി ബാറ്ററി ലൈഫ്, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റവും. എനിക്ക് വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല. ദിസ് ഇസ് എ ഡാം ഗുഡ് ഫോൺ. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ പോരായ്മകളുണ്ട്, ആ പോരായ്മകളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതർ ദാൻ ദാറ്റ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് ഫോൺ ഫോർ ദ ഗ്രേറ്റ് പ്രൈസ്. നമ്മുടെ ഇന്ത്യയിൽ 3 കളറാണുള്ളത്. ഇത് നമുക്ക് ഇന്ത്യ എക്സ്ക്ലൂസീവാണ്, ഈ ഗ്രീൻ എന്ന് പറയുന്നത്. ഇതിന് നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ഒരു സിൽക്കി സ്മൂത്ത് മാറ്റ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ദേ ആർ ഗിവിങ് എ വെരി ഗുഡ് നല്ലൊരു ക്വാളിറ്റി കേസും നമുക്ക് തരുന്നുണ്ട്. ഈ കേസിൻ്റെ ആകെയുള്ളൊരു പോരായ്മ തന്നെ ഈ ഒരു സാധനമാണ്, ഭയങ്കര കട്ടിയാണ്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തിരി പണിയാണ്. അതർ ദാൻ ദാറ്റ് വെരി നൈസ് ക്വാളിറ്റി കേസ്. അതേപോലെ നല്ല ഒരു ഫോണുമാണിത്, നല്ല സുഖമാണ് ഇതിൻ്റെ തൊടാനായിട്ട്. ഇത് ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് പരിപാടിയാണ്. ഐ തിങ്ക് ദിസ് ഇസ് മെറ്റൽ, ഓർ ഐ തിങ്ക് ഇത് മെറ്റൽ ഫ്രെയിമും ഗ്ലാസ് ബാക്ക് പോലെ തോന്നുന്ന മെറ്റലാണോ എനിക്കറിയില്ല. ഗ്ലാസ് ബാക്ക് ആയിരിക്കാം. എന്തായാലും വയർലെസ് ചാർജിങ് ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗ്രീന്, പിന്നെ ഒരു പിങ്ക്, പിന്നെ ഒരു ബ്ലാക്ക്, ഇതാണ് ഇന്ത്യയിലുള്ള കളറ്. പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 55,000-നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഓഫർ സമയത്ത് ഇത് പ്രൈസും കൂടെ കുറയണമെങ്കിൽ ഉണ്ടല്ലോ, ദിസ് ഇസ് എ ഡാം ഗുഡ് ഫോൺ. എനിക്ക് OnePlus ഓപ്പണിന് ശേഷം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു OnePlus ഡിവൈസ് ഇതാണ്. പിന്നെ ഓക്സിജൻ വോയിസാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ. ബ്ലോട്ട്വെയർസ് ഇല്ല, ആഡ്സ് ഇല്ല. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ്
OnePlus ഈ പറയുന്ന ഓക്സിജൻ OS, അല്ലാത്ത കളർ OS പോലെ നമുക്ക് ഒരുപാട് ആഡ്സും അതുപോലെ ബ്ലോട്ട്വെയർ സപ്പോർട്ടൊന്നും ഇതിൻ്റെ അകത്തില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട്വെയർസോ ആഡ്സോ ഒന്നും ഇല്ലാത്തൊരു ഓക്സിജൻ OS നമുക്ക് കിട്ടുന്നത്. ആൻഡ് നമുക്ക് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് കിട്ടുന്നത്. ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇപ്പം ഈ ഒരു ഡിസ്പ്ലേ തന്നെ അവരൊരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഹ്യൂമിഡിറ്റി മോയ്സ്റ്റ് കൺട്രോളൊക്കെ ചെയ്യുന്ന ഒരു എക്സ്ട്രാ ലെയർ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫിസിക്കൽ ഡാമേജ് ഇല്ലാത്ത ഫോണാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലൈഫ് ടൈം നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പ്രൊവൈഡഡ്, ഞാൻ എഗെയിൻ എടുത്ത് പറയാണ്, ഫിസിക്കൽ ഡാമേജ് കാണാൻ പാടില്ല. അതർ ദാൻ ദാറ്റ് ഇതൊക്കെയാണ് മേജർ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫോണിനെ വെച്ചിട്ട് ആൾക്കാർ ചോദിക്കാൻ പോകുന്നത്. ലവ് ദിസ് ഫോൺ, വെരി നൈസ് ഫോൺ. അതേപോലെ AI കുറേ പരിപാടികളൊന്നും ദുബായിൽ വർക്ക് ചെയ്തില്ല. എസ്പെഷ്യലി AIയുടെ കോൾ മറ്റേ പരിപാടിയില്ലേ, AI കോൾ പരിപാടി, മറ്റേ കോൾ അസിസ്റ്റൻറ്റ്, ആ സാധനമൊന്നും ദുബായിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. അതൊക്കെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. സോ അത് ജസ്റ്റ് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എനിവേസ്, ഐ ലവ് ദിസ് ഫോൺ. ഇറ്റ് ഈസ് എ ഡാം ഗുഡ് കോമ്പാക്ട് ഫോൺ ഫോർ എ ഡാം ഗുഡ് പ്രൈസ്. സൂപ്പർ ഫോൺ, അടിപൊളി ഫോൺ, സൂപ്പർ ഫോൺ, എനിക്കൊന്നും പറയാനില്ല. അതാണ് അപ്പോൾ എൻ്റെ OnePlus 13s വീഡിയോ. അതേപോലെ നിങ്ങൾ ഈ ഫോൺ മേടിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ ഡെഫിനറ്റ്ലി നിങ്ങൾ രേഖപ്പെടുത്തുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് റിവ്യൂ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിവ്യൂ എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സോ പ്ലീസ് ബൈ ചെയ്യുന്നവർ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.